ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ പാനിപ്പൂരി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ 2 ഉരുളക്കിഴങ്ങും കുറച്ച് ഉപ്പും വെള്ളം ചേർത്തിട്ട് പുഴുങ്ങാൻ വെക്കാം. 2-3 വിഷിലാവുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അതിൻ്റെ ശേഷം ഞാനിവിടെ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അതിന് ശേഷം പാനി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു പിടി പുതിന, 2-3 പച്ചമുളകും ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ട് നല്ലോണം അരച്ചെടുത്തതാണ്. പിന്നെ അതിൻ്റെ ശേഷം അർപ്പയിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കുക. ആ വെള്ളത്തിലേക്ക് ഞങ്ങൾ കുറച്ച് ഉപ്പും, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ധനിയ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ജീര പൗഡർ, 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല പൗഡർ, പിന്നെ ഒരു പകുതി നാരങ്ങത്തിൻ്റെ നീരും, പിന്നെ നമ്മൾ ഈ പുളി മാറ്റി വെച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ നീര് മാത്രം നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അത്ര ചേർത്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച ആ ഉരുളക്കിഴങ്ങ് നല്ലോണം സ്മാഷ് ചെയ്ത് എടുത്തിട്ട് അതിന് കുറച്ച് 1/4 ടേബിൾ സ്പൂൺ അത്ര ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല പൗഡർ, ഒരു പകുതി നാരങ്ങത്തിൻ്റെ നീരും ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ഉള്ളിയും 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തതും പിന്നെ കക്കരിക്ക കുരു ഒഴിവാക്കിയ ഭാഗം ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് അതിക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. പിന്നെ അതിൻ്റെ പകുതിയും ഭാഗം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ടാവുമല്ലോ അതിക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. പകുതി അങ്ങനെ മാറ്റി വെക്കുന്നതാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് പൂരി പാക്കറ്റാണ് എടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി ആയി. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പൂരി പാക്കറ്റ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടീനി. അതായത് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെയാണ് എനിക്കിവിടെ കിട്ടിയത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ സ്വീറ്റ് ചട്നി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതായത് എനിക്ക് സ്വീറ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ.